ഹലോ ഓൾ, നമുക്കിന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് പ്രോട്ടീൻസ് രണ്ടെണ്ണമാണ് ചിക്കനും ബീഫും. ഞാൻ അതിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഈ ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ കുറച്ച് ബീഫ് എടുക്കുന്നുണ്ട്. ഇതിലോട്ട് സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ബ്ലാക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം 30 minutes. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നന്നായിട്ടൊന്ന് പറയുന്നുണ്ട്. ഈ നന്നായിട്ട് നല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടെ പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ 30 minutes മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ബിഫോർ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്യുന്നതിന് മുന്നേ കേട്ടോ. മീൻ വയൽ നമുക്കൊരു മസാല പൗഡർ ഉണ്ടാക്കിയാലോ. ഒരു ബ്ലെൻഡറിലോട്ട് സ്റ്റാർനീസും ക്ലൗസും കാർഡമനും ബ്ലാക്ക് പേപ്പറും ക്യുമിൻ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഒരു നൈസ് പൊടിയാവുന്നവരെ നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ വയ്ക്കാം. ഇതിലോട്ട് ബീഫ് ആഡ് ചെയ്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ, 3-4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു അയൺ കടായിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലോട്ട് 2 സ്പൂൺ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് ഫെനൂക്കും ഫെനൽ സീഡ്സും കറി ലീവ്സും ഗ്രീൻ ചില്ലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതിലോട്ട് ഞാൻ ഡൈസ് ചെയ്ത് വെച്ച ഓണിയൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇത് എല്ലാം ഒന്ന് മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കണം. ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന മെയിൻ പരിപാടി ഇളക്കലാണ് കേട്ടോ. ആ ഒരു ബീഫ് കറുത്ത ഒരു ബീഫ് വരില്ലേ, അതാവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു പേഷ്യൻസ് കുറേ വേണ്ടി വരുന്ന ഒരു ഡിഷാണിത്. ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറേ ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഡിഷിൽ. ഇത് നന്നായിട്ടൊന്ന് മൂത്തൊന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് കൊറിയാൻഡർ പൗഡറും റെഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഞാനെല്ലാം ഒരു 1 tablespoon ആഡ് ചെയ്യുന്നത് രണ്ടും. എന്നിട്ട് ഇതിലോട്ട് ബീഫ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. ആൻഡ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അടി പിടിക്കാണ്ട്, അയൺ കടായി ആയതുകൊണ്ട് അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലോട്ട് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇരുന്ന് ഇളക്കുക. നന്നായി ഇളക്കി ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡ്രൈഡ് റെഡ് ചില്ലി, ചുവന്ന മുളകും കൂടെ അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള, എനിക്ക് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വായിൽ വെള്ളം വന്നിട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റോ ഓണിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രഞ്ച് ഫീലിങ്ങിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് റോ ഓണിയൻസ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ കോക്കനട്ട് ചങ്ക്സ് ഉണ്ടായിരുന്നില്ല. ചെറിയ പീസായിട്ട് കോക്കനട്ട് മുറിച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ചങ്ക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 1/4 മണിക്കൂർ ഇതിങ്ങനെ അടി പിടിക്കാണ്ട് നിർത്താണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് ഒക്കെ ഒരു കളറ് വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പണിയെടുക്കണം, പക്ഷെ അടിപൊളി ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഓൾ. ദിസ് ഇസ് കിച്ചൻ കേഡൻസ് ഫോർ